എനിക്ക് പഠിപ്പിച്ച് ശീലമില്ലാത്തതുകൊണ്ട് വല്ലാതെ മനസ്സിലാക്കി തരാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ നിങ്ങളത് കമൻ്റ് ചെയ്യുക ഉള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പം നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത് അയണിക് ബോണ്ട് ഓർ ഇലക്ട്രോ വാലൻ്റ് ബോണ്ടാണ്. അപ്പം നമ്മൾ സോഡിയം ക്ലോറിൻ കൊടുത്ത്, സോഡിയം ഗ്യാസിൽ കൊടുത്ത് ക്ലോറിനും ഗ്യാസിലെടുത്ത് നമ്മൾ. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 281 ആണ്. അതേപോലെ ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 287 ആണ്. അപ്പോൾ ഈ സോഡിയം ക്ലോറിനും കൂടി റിയാക്ട് ചെയ്യുന്ന വിചാരിക്കും. അപ്പോൾ ഈ സോഡിയം ക്ലോറിനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോണത്, സോഡിയം ക്ലോറിനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, വിട്ടുകൊടുക്കും. എന്നിട്ട് Na+ ആയി മാറും. ക്ലോറിന് ഒരു ഇലക്ട്രോണെ മേടിച്ചിട്ട് ക്ലോറിൻ മൈനസായി മാറും. അപ്പോൾ Na+ ആയി മാറിയ സോഡിയം പ്ലസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 280ഉം ക്ലോറിൻ മൈനസായി മാറിയ ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 288 ആണ്. അപ്പോൾ ഇനി Na+ഉം Cl- കൂടി ചേർന്നിട്ട് ഒരു NaCl എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഒരു അയണിക് കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ചസ് നമ്മൾ പഠിക്കണം. ഇവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ചസ് പഠിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സോഡിയം പ്ലസ് ആയി മാറുമ്പോൾ അവിടെ ഇലക്ട്രോണെ വിട്ടുകൊടുത്തു. ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് എന്ത്, അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അതുപോലെ ക്ലോറിൻ മൈനസായി. ക്ലോറിൻ മൈനസ് ആവാന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രോണെ മേടിച്ചു. ഒരാൾ ഇലക്ട്രോണെ മേടിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എനർജി കിട്ടും. ആ എനർജിയാണ് എന്ത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ അല്ലേ? അതുപോലെ NaCl ഉണ്ടാവുക, രണ്ടും കൂടി ചേർന്ന് Na+ഉം Cl- കൂട്ടുന്ന NaCl ഉണ്ടാകുമ്പോൾ പുറത്ത് വിടുന്ന എനർജിക്ക് പറയണതാണ് ലാറ്റീസ് എൻതാൽപ്പി. ഈ ലാറ്റീസ് എൻതാൽപ്പി എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠത്തിൽ തന്നെ പഠിക്കാം. ഓക്കെ അല്ലേ? അടുത്ത പാട്ടിലൊക്കെ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇടാനുള്ളത്, നമുക്കിനി വരാനുള്ള ടോപ്പിക്സ് എന്ന് വെച്ചാൽ ഫേവറേറ്റ് കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് അയണിക് ബോണ്ട്, പിന്നെ ലാറ്റീസ് എൻതാൽപ്പി എന്താണെന്ന് പറയാനുണ്ട്. അതുപോലെ തന്നെ കോവലൻ്റ് ബോണ്ട്, ഫോർമൽ ചാർജ്, കോർഡിനേറ്റ് ബോണ്ട്, അങ്ങനെ കുറേ ടോപ്പിക്സ് നമുക്ക് ഇനി ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 4 പാർട്ട് ഇട്ടു. ബാക്കി പാർട്സ് ഞാനൊരു 9 മണി ആ ടൈം ആകുമ്പോഴത്തേന് ഇടാൻ നോക്കാം പരമാവധി. ഇപ്പോൾ ചെറിയൊരു ബിസി ഉണ്ട്. അപ്പോൾ ഓക്കെ, ടൈം കിട്ടുകയാണെങ്കിൽ ഇന്നിടാം, അല്ലെങ്കിൽ നാളായിട്ട് ബാക്കി പാർട്സ് ഇടാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.